നമ്മുടെ ഈ PK മൂവിയിലൊക്കെ കാണുന്ന പോലെ തന്നെ നമ്മുടെ കേരളത്തിൽ അതിപ്പം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും ഒരു കല്ലും അതിന് മുകളിൽ ഒരു ചുമന്ന തുണിയും താഴെ കുറച്ച് 5 രൂപ ഇട്ട് ഇത് എന്താ അറിയാമോ, ഇത് ഒരുപാട് പേര് രണ്ടർത്ഥത്തിലാണ് ചൂഷണം ചെയ്യുന്നത്. ഒന്ന് സാമ്പത്തികമായി, രണ്ട് സാമുദായികമായി. സാമ്പത്തികമായി അങ്ങനെ ചൂഷണം ചെയ്യുന്നവരാണ് ഈ പല ആൾ ദൈവങ്ങളും മറ്റും. ആൾ ദൈവങ്ങൾ വേറെ, ആത്മീയ ഗുരുക്കന്മാർ വേറെ. ഞാൻ വിവേകാനന്ദ സ്വാമിയുടെയും മഹാത്മാഗാന്ധിയുടെയും ഒക്കെ ഒരു എന്താ പറയുക ആരാധകനാണ്, ശിഷ്യ രീതിയിൽ എന്തായാലും അവരെ ഗുരുക്കന്മാരായി കാണുന്നവരാണ്. പക്ഷേ നമുക്ക് ഈ ഫ്രോഡുകളായ നിത്യാനന്ദ അടക്കമുള്ള ആൾക്കാരുമുണ്ട്. നിത്യാനന്ദ എന്ന ഒരു വ്യക്തി, അദ്ദേഹമാണ് രഞ്ജിനി എന്ന സിനിമാ നടിയോടൊപ്പം മറ്റേ വിഷ്വൽ ക്ലിപ്പിലൊക്കെ വന്നത്. ആ വിഷ്വൽ ക്ലിപ്പിൽ വന്ന അവരുടെ കാര്യം. പക്ഷേ നിത്യാനന്ദ പല സ്പീച്ചിലും പറയുന്നത് ഞാൻ എണീക്കാൻ താമസിച്ചുകൊണ്ട് സൂര്യൻ ഉദിക്കാൻ താമസിച്ചു എന്നൊക്കെയാണ്. താഴെ ഇരിക്കുന്നവർ ഇത് കേട്ട് കൈയടിക്കാറുണ്ട്. നിത്യാനന്ദയാണ് ഇപ്പം കൈലാസ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഒളിച്ചോടുകയും മറ്റും ചെയ്തത്. ഒരുപാട് ഫ്രോഡുകൾ, ഒരുപാട് കള്ളന്മാർ. അല്ലെങ്കിൽ ആസാറാം ബാപ്പു, അതായത് ഗുജറാത്ത് ബേസ് ചെയ്ത് നിൽക്കുന്നൊരിതാണ്. പുള്ളി ഇപ്പോൾ അറസ്റ്റിലാണ്. മറ്റേ റാം റഹീം എന്ന് പറയുന്ന അറിയില്ല, മറ്റേ നോർത്തിൽ ഞാൻ വെറുതെ തരാം, മെസ്സഞ്ചർ ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് ഗൂഗിളിൽ നിന്ന് അടിച്ചു നോക്കിയാൽ മതി. റാം റഹീമിൻ്റെ സിനിമ കണ്ട അയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയണം. കാര്യം റാം റഹീമിൻ്റെ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ ഏലിയൻസ് ലോകത്തെ ആക്രമിക്കാൻ വരുന്നു, ഇയാളായിട്ട് ലോകത്തെ രക്ഷിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ്. ഇയാളൊരു ആത്മീയ നേതാവാണെന്നാണ് സ്വയം പറയുന്നത്. മനസ്സിലായി. ഒരുപാട് തട്ടിപ്പുകാർ ഇങ്ങനെയുണ്ട്. അത്തരം മൂവീസ് കണ്ടിട്ട് പുള്ളിയുടെ ഫാൻ ആവുന്ന ആളുകളുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മൂവീസ് കണ്ടിട്ട് പുള്ളിയുടെ ഫാൻ ആവുന്നവരുമുണ്ട്. നമ്മൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ മൂവി കണ്ടാൽ ചിരിച്ച് കളിച്ച് രസിച്ച് പോകും. സന്തോഷ് പണ്ഡിറ്റ് എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, ഞങ്ങൾ മലയാളി ഒരുമിച്ചായിരുന്നു. പക്ഷേ ഇതേപോലുള്ള, അതായത് നമ്മുടെ റാം റഹീമിനെ പോലുള്ള ഗജ ഫ്രോഡുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ അത്തരക്കാരെ ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി ഉണ്ടാകാൻ നല്ല ആത്മീയ ഗുരുക്കന്മാരെ എല്ലാം എനിക്ക് ആദരവാണ്. അവരെ എല്ലാം ആദരവും വ്യക്തിപരവും അറിയുന്നതാണ്. ശ്രീ രവിശങ്കർജിയെ, മാതാ അമൃതാനന്ദമയി ദേവിയെ, സദ്ഗുരു ജഗ്ഗി വാസുദേവനെ എല്ലാവരെയും ബഹുമാനമാണ്. പക്ഷേ റാം റഹീമിനെ പോലുള്ളവരുണ്ട്, ആസാറാം ബാപ്പുവിനെ ബാപ്പു എന്ന് പോലും വിളിച്ചു, ആസാറാമിനെ പോലുള്ളവരുണ്ട്. പിന്നെ ഇവൻ നമ്മുടെ നാട്ടിൽ ഉണ്ണികൃഷ്ണനെ പോലുണ്ട്. ഇപ്പം പലരും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഉണ്ണികൃഷ്ണൻ എന്ന് വിളിച്ചാൽ മതി, പോറ്റി എന്ന് വിളിക്കേണ്ട. കാര്യം പോറ്റി ഒരുപാട് ബ്രാഹ്മണർക്കുള്ള ഒരു പേരാണ്. ഉണ്ണികൃഷ്ണന്മാരുണ്ട്. അപ്പം ഇവരെ ഈ സീതയെ തട്ടിക്കൊണ്ടുപോകാൻ രാവണൻ വന്നതുപോലും കാവ്യവേഷം ധരിച്ചാണ്. അങ്ങനെ കാവ്യം എടുത്ത ഒരുപാട് കള്ളന്മാരുണ്ട്. ഇത് സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നത്. രണ്ട്, ഇതിനെ വർഗീയമായിട്ട് സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാൻ ഒരുപാട് ആൾക്കാർ ശ്രമിക്കാറുണ്ട്. അങ്ങനെയാണ് ഈ കാണുന്ന എല്ലാ പള്ളിയുടെയും താഴെ പോയി ശിവലിംഗം ഉണ്ടെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുള്ളത്. നിങ്ങൾ സിനിമ കൂടെ ആയതുകൊണ്ട് പരേഷ് റാവൽ വലിയ നടനാണ്, എനിക്കിഷ്ടമാണ്. പരേഷ് റാവലിൻ്റെ പുതിയൊരു സിനിമയുണ്ട്, താജ്മഹലിൻ്റെ താഴെ അമ്പലമായിരുന്നു എന്ന് പറഞ്ഞു. എന്ത് തരം ഭ്രാന്താണിത്? താജ്മഹൽ ഇന്ത്യയുടെ അഭിമാനമാണ്. ഇന്ത്യക്ക് ലോകത്തിൽ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന വളരെ കുറച്ച് കാര്യങ്ങളിലൊന്നാണ് താജ്മഹൽ. 7 വണ്ടേഴ്സിൽ നമുക്ക് താജ്മഹൽ മാത്രമേ ഉള്ളൂ. ആ താജ്മഹലിൻ്റെ ഉള്ളിൽ ശിവലിംഗമാണെന്നൊക്കെ പറയുന്നത് എന്ത് തരം ഭ്രാന്താണ് നമ്മുടെ ചില ആൾക്കാർക്കെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പ്രൊപ്പഗാൻഡയാണ്. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് മനഃപൂർവ്വം ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുത്വ തീവ്രവാദികൾ, അവർ ഹിന്ദുക്കളല്ല, ഹിന്ദുത്വ തീവ്രവാദികളാണെന്ന് പറയുന്നത്. ഇവർക്ക് ഹിന്ദുക്കളോട് യാതൊരു മമതയില്ല. ഇത് ബോധപൂർവം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ്. അതായത് മൂവി റിലീസ് ചെയ്യുമ്പം കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ നല്ലതാണ്. കാര്യം ഐബോൾസ് ഗ്രാബ് ചെയ്യും, തർക്കം ഉണ്ടാകും. അത് ആ മൂവിക്ക് ആത്യന്തികമായി പോസിറ്റീവായിട്ട് ഗുണം ചെയ്യും. അറിയാമല്ലോ, നമ്മുടെ പല മൂവീസും അങ്ങനെ കോൺട്രവേഴ്സി കാരണം കിക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് അതേപോലെ ഉണ്ടാക്കാൻ വേണ്ടി താജ്മഹലിൻ്റെ മകുടത്തിൻ്റെ ഉള്ളിലൂടെ ശിവൻ വരുന്നു. ഇത് പരമശിവനെ അപമാനിക്കുന്നതാണ്, താജ്മഹലിനെ അപമാനിക്കുന്നതാണ്. ഇത് തേജോ മഹാലയാണെന്നൊക്കെ പറയുന്നത് ഉളുപ്പില്ലാത്ത കള്ളങ്ങളാണ്. അങ്ങനെ അതൊരു ഏതെങ്കിലും ഒരു ഫ്രിഞ്ച് ആൾ പറഞ്ഞാൽ കുഴപ്പമില്ല. പരേഷ് റാവൽ അറിയപ്പെടുന്നൊരു നടനാണ്, മുൻ MP ആയിരുന്നു അദ്ദേഹം. എനിക്ക് തോന്നുന്നു അഹമ്മദാബാദിലെ BJP MP ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളവരൊന്നും അങ്ങനെയുള്ളതിന് തലവെച്ച് കൊടുക്കരുത്. അതൊക്കെ ഒരു ചീപ്പ് പ്രൊപ്പഗാൻഡയാണ്. അത് വളരെ വൾഗറായ പ്രൊപ്പഗാൻഡയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെച്ച് കൊടുക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഈ താജ്മഹലിൽ ഈ റീസെൻറ്റ് ഡേയ്സിൽ അറ്റകുറ്റപ്പണികൾക്കായി കുറച്ച് ദിവസം അടച്ചിടുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വന്നപ്പോഴേക്ക് അതിനടിയിലും വന്ന കമൻസ് ആണ്, ഇനിയിപ്പോൾ അവിടെ ഇവർ പുതിയതായിട്ട് ഒരു ശിവലിംഗം കാണും, പിന്നെ ബാബരി മസ്ജിദിന് സംഭവിച്ച പോലെ തന്നെ ആകും. ഈ പല ആൾക്കാരും ഈ കോൺസ്പിറസി തിയറീസിൽ പെട്ടുപോകും. എങ്ങനെ വിശ്വസിക്കുന്ന 2 സുഹൃത്തുക്കൾ എനിക്കുണ്ട്. താജ്മഹലിനെ അടച്ചിട്ട 20 മുറികളിൽ എന്താണെന്ന് നിനക്ക് അറിയാവുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്പേസ് ആയിരിക്കും, വേറെ എന്താണ് മുറികൾ. ഞാൻ ചോദിച്ചു അപ്പോൾ എന്നിട്ട് അവർ പറയുന്ന കൗതുകം എന്താ അറിയോ, അത് തുറന്നാലല്ലേ നമുക്ക് അറിയാൻ പറ്റൂ. അപ്പോൾ ഞാൻ പറഞ്ഞു തെളിവുണ്ടെങ്കിലല്ലേ തുറക്കാവൂ. ഇതൊരു ലൂപ്പാണ്. അതായത് മനഃപൂർവ്വം അതൊരു ഒരു ഉള്ളിലെ ആത്മീയ ദാരിദ്ര്യത്തിൽ നിന്ന് വരുന്നതാണ്. ഈ ഇല്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോയി എന്താ പറയുക അതുണ്ടെന്ന് പറയാനും. ഇനി നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് ഇത് അന്വേഷിച്ച് ഇപ്പോൾ ഇരിക്കുന്ന ഭരണത്തിൽ പ്രധാനമന്ത്രിയുടെ മോദിക്ക് കീഴെ താജ്മഹൽ അമ്പലമായിരുന്നില്ല എന്നും താജ്മഹലിൻ്റെ ഉള്ളിൽ വേറൊന്നും ഇല്ല എന്ന് ഒഫീഷ്യലി നിലപാട് ലോകസഭയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് ഈ എന്താ പറയുക അതൊരു അപ്പോൾ സ്പർദ്ധ ഉണ്ടാകും.
അറ്റൻഷൻ ഉണ്ടാകും. ഈ വിഷയമാണ് ഇപ്പം കേരള സ്റ്റോറി അടക്കമുള്ള മൂവീസ് അതാണ്. കേരള സ്റ്റോറി 3 പേരുടെ ജീവിതകഥ 32,000 പേരുടെ കള്ളക്കഥയാക്കി പറയുന്നിടത്താണ് പ്രശ്നം. അതായത് നോർത്ത് ഇന്ത്യയിലെ ചില സുഹൃത്തുക്കൾ ഇതൊക്കെ വിശ്വസിക്കുമെന്നുള്ളതാണ്. ഡൽഹിയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചില ആൾക്കാർ കേരളത്തിൽ ഭയങ്കര, ഞാൻ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല, ഇന്ത്യയിൽ ഏറ്റവും നന്നായി പോകുന്ന സ്ഥലമാണ് കേരളം. കേരളത്തിൽ വന്നാൽ എല്ലാവരും വളരെ സന്തോഷത്തോടെ സൗഹാർദ്ദത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കുന്നൊരു സ്ഥലമാണ്. ഇത് അവിടുത്തെ പാവങ്ങളെ പറ്റിക്കലാണ്. അവിടുത്തെ സാധാരണ ഒരു പ്രൊപ്പഗാൻഡ ഉണ്ട് അവർക്ക്. അബ്സല്യൂട്ട് പ്രൊപ്പഗാൻഡയല്ലേ. എന്നിട്ട് ആ പ്രൊപ്പഗാൻഡ മൂവികൾക്ക് അവാർഡ് കൊടുക്കും. അബ്സല്യൂട്ട് പ്രൊപ്പഗാൻഡയാണ്. സിനിമയ്ക്ക് കുറച്ച് ഫിക്ഷണലൈസ് ചെയ്യാം, കുറച്ച് ഡ്രമാറ്റൈസ് ചെയ്യാം, അത് സ്വാഭാവികമാണ്. 10 എന്നുള്ളത് 100 എന്ന് കാണിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ 10 എന്നുള്ളത് 1,00,000 എന്ന് കാണിച്ചാൽ എങ്ങനെയാണ് ശരിയാകുക? ഇത് ഈ 3 കുട്ടികളുടെ കഥ 32,000 പേരുടെ കള്ളക്കഥയായിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ക്ലാസിക് പ്രൊപ്പഗാൻഡ മെറ്റീരിയലാണ്, അതും വൾഗർ പ്രൊപ്പഗാൻഡ മെറ്റീരിയലാണ്. അത്തരം കാര്യങ്ങളെ നമ്മുടെ പൊതുസമൂഹം തള്ളിക്കളയണം. അതെ, ഇത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇത് റിലേറ്റ് ചെയ്ത് പറയാനാണെങ്കിൽ തട്ടം ഇഷ്യൂ ഞാൻ കണ്ടിരുന്നു. രാഹുൽ ഈശ്വറിൻ്റെ യൂട്യൂബ് ചാനലിൽ തട്ടം ഇഷ്യൂ ഐഷനെ ഒരുപാട് നല്ല നല്ല സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞുകൊണ്ട് ഐഷയ്ക്ക് സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ആ തട്ടം കൂടെ സിനിമ കൂടെ വെച്ച് പറയാം, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമകളിലൊന്ന് ഒരു തട്ടത്തിൻ മറയത്താണ്. നമ്മുടെ നാടിൻ്റെ ഒരു നന്മയാണ്, തട്ടം ഇടാനും ഇടാതിരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഒരു ഹിന്ദു കുട്ടിക്ക് ചരട് ഇടാനും ഇടാതിരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. നമ്മൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി ഇടപെടുന്നത്? അവൾ അങ്ങനെ ഒരു തട്ട് വിട്ടുകൊണ്ട് പോകുന്നത് എന്ത് നഷ്ടം ഉണ്ടാകാനാണ്? പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്ത്യൻ സിസ്റ്റർമാർ ആലോചിക്കേണ്ടത്, ക്രിസ്ത്യൻ സിസ്റ്റർമാരുടെ ഈ തട്ടം എന്നല്ല വേറൊരു പേര് പറയുന്നു, അവരുടെ വെയിലിടുന്ന പോലെ ഈ സാധനം അഴിച്ചു പിപ്പിക്കണം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഇതിട്ടുകൊണ്ട് നടന്ന പ്രശ്നമുണ്ട്. നോർത്ത് ഇന്ത്യയിലെ ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ഇതിട്ടുകൊണ്ട് നടക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഒരുപാടൊന്നും അല്ലല്ലോ, 2 മാസം മുമ്പല്ലേ അങ്ങനെ നമ്മുടെ 2 കന്യാസ്ത്രീമാരെ അവിടെ അറസ്റ്റ് ചെയ്തത്, അവർ ജയിലിൽ കിടന്നത്. പാവപ്പെട്ട ആദിവാസികളെ സഹായിക്കാൻ പോയതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ആ സിസ്റ്റർമാർ ഒരു ജോലിക്ക് വേണ്ടി അവിടുത്തെ പാവപ്പെട്ട പിന്നോക്കക്കാർ, അവർക്ക് ദാരിദ്ര്യമാണ്, ആഹാരമില്ല, വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയാണ്. അപ്പോൾ ഈ അവരും കുറച്ച് കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലെ നമ്മൾ ഇന്ത്യയുടെ സാഹചര്യങ്ങളൂടെ മനസ്സിലാക്കി തന്നെ നമ്മൾ പ്രതികരിക്കണം. അതുകൊണ്ട് തട്ടം ഇടാനും ഇടാതിരിക്കാനും റൈറ്റ് ഉണ്ട്. ഒരു ദിവസമൊക്കെ തട്ടം ഇടാൻ തോന്നി, അടുത്ത ദിവസം തോന്നിയില്ല, അത് അവളുടെ അവകാശമാണ്. നമ്മൾ എന്തിനാണ് അവളുടെ ഡ്രസ്സിൻ്റെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടുന്നത്? ഇപ്പം നേരെ തിരിച്ച്, അപ്പോൾ അവിടെയാണ് റീസണബിൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. നാളെ ഒരാൾ പറയുകയാണ് ഞാൻ ജൈനനായി മാറി. ജൈനന്മാർക്ക് ദിഗംബരന്മാരെന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ജൈനന്മാർക്ക് ദിക്കുകളാണ് വസ്ത്രങ്ങൾ, ഞങ്ങൾ വേറെ വസ്ത്രം ഉപയോഗിക്കില്ല. ഞാൻ സ്കൂളിൽ വരുമ്പോൾ ജൈന ദിഗംബരനായി വരുമെന്ന് പറഞ്ഞാൽ അത് അൺറീസണബിൾ ആണ്. അപ്പോൾ റീസണബിൾ അക്കോമഡേഷൻ അല്ലെങ്കിൽ റീസണബിൾ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നൊരു കാര്യം തീർച്ചയായിട്ടും വേണം, അതിന് സംശയമില്ല. അപ്പോൾ ആ റീസണബിൾ അക്കോമഡേഷനാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഈ സാങ്കേതികത്വമല്ല, ടെക്നിക്കാലിറ്റി പറഞ്ഞ് ആരെയും അകറ്റി നിർത്തുന്നതല്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു മനോഭാവമാണ് വേണ്ടത്. കാര്യം ഇന്ത്യ ഭരിച്ചിരുന്ന ഏറ്റവും വലിയ റൂളേഴ്സിലൊന്ന് റസിയ സുൽത്താനയാണ്. നമ്മുടെ സുൽത്താനേറ്റുകളുടെ റസിയ സുൽത്താനയാണ്, ഝാൻസി റാണിയാണ്. നമ്മുടെ നാട്ടിലെ എത്രയോ പേർ, നമ്മുടെ ദേശീയ തലത്തിലെത്തിയ ദ്രൗപദി മുർമു, സോണിയാഗാന്ധി, പലപ്പോഴും ഈ തല മറയ്ക്കുന്നത് ആസ് എ സിമ്പിൾ ഓഫ് ഹ്യൂമിലിറ്റി എന്നൊക്കെ പറയാറ്. അവൾക്ക് തല മറയ്ക്കണമെങ്കിൽ മറയ്ക്കാം, മറയ്ക്കണ്ടെങ്കിൽ മറയ്ക്കണ്ട, അത് അവളുടെ റൈറ്റാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ